കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരൻ ഓടിച്ച മുച്ചക്ര ബൈക്കിൽ KSRTC ബസ് ഇടിച്ചു. ഭിന്നശേഷിക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇന്നലെയുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ഇതിൻ്റെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലൻ ചേരുകയാണ്. മിഥില, വളരെ അലക്ഷ്യമായി ആ KSRTC ബസ്സിൻ്റെ ഡ്രൈവർ ആ വളവ് ബസ് വളച്ചെടുക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഏതായാലും തലനാരിഴയ്ക്ക് ആ ഭിന്നശേഷിക്കാരൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വൈകിട്ട് 4:45 മുക്കം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ ഒരു അപകടം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ഒരു വളവിൽ വെച്ച് ദിലീപ് കുമാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അലക്ഷ്യമായി KSRTC ബസ് ഓടിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം. ഭാഗ്യമെന്ന് പറയട്ടെ, അയാൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ആ മുച്ചക്ര വാഹനത്തിന്റെ വലതു സൈഡിലെ ടയറിൽ മുകളിലേക്കാണ് KSRTC ബസ് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. ആ മുച്ചക്ര വാഹനം അവിടെ മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന്റെ ഒരു അപകടം തന്നെയാണ് ഇന്നലെ ഈ മുക്കത്ത് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായത്. ഭിന്നശേഷിക്കാരനാണ്, മുച്ചക്ര വാഹനമാണ്. കുറച്ചുകൂടി ഇത്തരം വാഹനം ഓടിക്കുന്ന സമയത്ത് എത്രത്തോളം ശ്രദ്ധ പാലിക്കണം എന്നത് കൂടിയാണ് ഇത്തരം ദൃശ്യങ്ങളിലേക്ക് CCTV ദൃശ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എന്ത് തന്നെയായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകിട്ടാണ് അപകടം ഉണ്ടായത്. ഭാഗ്യമെന്ന് പറയട്ടെ, അയാൾക്ക് മറ്റു കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഇയാൾക്ക് ഉണ്ടായിട്ടില്ല. റോഡ് നമ്മുടേത് മാത്രമല്ല മറ്റുള്ളവരുടേതും കൂടിയാണ് എന്ന ഓർമ്മയിൽ വാഹനങ്ങൾ ഓടിക്കുകയാണ് ഡ്രൈവർമാർ ചെയ്യേണ്ടത്. വളരെ ഭാഗ്യത്തിനാണ് ഈ യാത്രക്കാരൻ ഭിന്നശേഷി യുവാവ് രക്ഷപ്പെട്ടത് ഈ സംഭവത്തിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.